ഹലോ സ്റ്റുഡൻസ്, നമുക്ക് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ തിയറി പഠിച്ചു തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ ബേസിക്കലി തിയറിയാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് പ്രോഗ്രാംസ് എക്സാമിന് ചോദിക്കാൻ സാധ്യത കുറവാണ്. തിയറിയാണ് മെയിൻലി ചോദിക്കുന്നത്. ആ തിയറിയാണ് നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങുന്നത്. ആദ്യം ആയിട്ട് പഠിക്കുന്നത് ക്യാരക്ടർ സെറ്റ് ഇൻ C++ എന്ന ടോപ്പിക്കാണ്. ഇത് ഒരു 3-4 മാർക്കിനെയൊക്കെ തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ക്യാരക്ടർ സെറ്റ് ഇൻ C++. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അക്ഷരങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ആ ലിസ്റ്റിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാം, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാം, അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഈ പ്രോഗ്രാം C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വാലിഡ് ആണ് എന്നതിൻ്റെ ആ ഒരു ലിസ്റ്റിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഗ്രാം എഴുതപ്പോൾ എന്തൊക്കെ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതുന്നത് നമുക്ക് തന്നെ അറിയാം. ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഉപയോഗിക്കും, അതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സ് പ്രോഗ്രാം എഴുതുമ്പോൾ ഉപയോഗിക്കും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ആദ്യത്തെ ലെറ്റേഴ്സായിട്ട് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി ആൽഫബറ്റ്സ് ആണ്. അതിപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരുന്നാലും സ്മോൾ ലെറ്റേഴ്സ് ആയിരുന്നാലും ഈ ആൽഫബറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം എഴുതാനായിട്ട്. നമ്പേഴ്സ്, നമ്മൾ കീബോർഡ് വഴി നമ്പേഴ്സൊക്കെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പേഴ്സിനെയും അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ക്യാരക്ടേഴ്സിനെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സിമ്പിൾസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം കീബോർഡിലുള്ള ക്യാരക്ടേഴ്സാണ്. ഈ കീബോർഡ് എന്ന് പറയുന്നത് ANSI സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഫോർമാറ്റിലാണ് കീബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കീബോർഡ് വഴി എൻട്രി ചെയ്ത് കൊടുക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും C++ എന്ന ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കാണുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ പേരുണ്ട്. അത് നമുക്ക് അടുത്തൊരു സ്ലൈഡിലായിട്ട് പഠിക്കാം. ഓരോ സ്പെഷ്യൽ സിമ്പിളിനും ഓരോ സെപ്പറേറ്റ് നെയിമുണ്ട്, നമുക്ക് പഠിക്കാം. ഈ ഓരോ ബ്രാക്കറ്റിനും ഓരോ പേരൊക്കെയാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നെ നാലാമത്തെ, ഇതോരോന്ന് 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആദ്യം ലെറ്റേഴ്സ്, പിന്നെ ഡിജിറ്റ്സ്, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, പിന്നെ വൈറ്റ് സ്പേസസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ക്യാരക്ടേഴ്സ്. ഇതിനെ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ ഒരു 4 എണ്ണം, മെയിനായിട്ടുള്ള ഒരു 4 എണ്ണം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒന്ന് ബ്ലാങ്ക് സ്പേസ്, നമുക്കറിയാമല്ലോ ബ്ലാങ്ക് സ്പേസ് പ്രോഗ്രാം എഴുതുമ്പോഴും ബ്ലാങ്ക് സ്പേസ് അത് നമ്മൾ ഇടും. അപ്പോൾ ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. പിന്നെ ഹൊറിസോണ്ടൽ ടാബ് എന്ന് പറഞ്ഞാൽ 8 സ്പേസിൻ്റെ വിഡ്ത്ത് ക്രിയേറ്റ് ചെയ്യുക. 8 സ്പേസിൻ്റെ വിഡ്ത്ത്, അതിനെയാണ് ഹൊറിസോണ്ടൽ ടാബ് എന്ന് പറയുന്നത്. നമ്മുടെ ടാബ് എന്ന് പറയുന്ന ഒരു കീ നമ്മുടെ കീബോർഡിലുണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി ആ കേഴ്സർ കുറച്ച് സ്പേസ് മൂവ് ചെയ്യും. അത് ആക്ച്വലി 8 സ്പേസിൻ്റെ അത്രയും വിഡ്ത്താണ് ആ കേഴ്സർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വിഡ്ത്തിനെയാണ് ഹൊറിസോണ്ടൽ ടാബ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് \T എന്ന് പറയുന്ന ക്യാരക്ടർ. ഇതിനെ സിംഗിൾ ക്യാരക്ടർ ആയിട്ടാണ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2 അക്ഷരം, ഒരു \ഉം പിന്നെ T എന്ന ആൽഫബറ്റും, ഇത് രണ്ടും കൂടെ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ എടുക്കുന്നത്. \T അത് ഹൊറിസോണ്ടൽ ടാബിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ക്യാരേജ് റിട്ടേൺ എന്ന് പറയുന്ന സംഭവം, ക്യാരേജ് റിട്ടേൺ റെപ്രസെൻറ്റ് ചെയ്യുന്ന \R എന്നാണ്. എന്താണ് ക്യാരേജ് റിട്ടേൺ എന്ന് എക്സാമ്പിൾ സഹിതം ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. പിന്നെയുള്ള ന്യൂ ലൈൻ, ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. L എന്ന് പറയുന്ന ആ ഒരു സ്ട്രിംഗ് മാനിപ്പുലേറ്ററിന് പകരം നമ്മൾ സാധാരണ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് \N എന്നുള്ളത്, ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഈ \N എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂ ലൈൻ ക്യാരക്ടർ ആയിട്ടാണ് നമ്മുടെ ലാംഗ്വേജ് എടുക്കുന്നത്. ഇതൊരു സിംഗിൾ ക്യാരക്ടർ, രണ്ട് അക്ഷരങ്ങളുണ്ട് എങ്കിലും അതൊരു സിംഗിൾ ക്യാരക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചേർന്നതാണ് ക്യാരക്ടർ സെറ്റ് ഇൻ C++ എന്ന് പറയുന്നത്. അതായത് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഒരു ലിസ്റ്റ്. അത്രയേ ഉള്ളൂ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ. അതിനെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 3-4 മാർക്കിനെ ചോദിക്കുകയുള്ളൂ. നിങ്ങൾ സംഭവം എന്താണെന്ന് 2 സെൻറ്റൻസ് എഴുതുക, എന്നിട്ട് എക്സാമ്പിൾസ് ആയിട്ട് ഈ 4 കാറ്റഗറിയും അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളും എഴുതുക. ഇതിപ്പോൾ എല്ലാ സ്പെഷ്യൽ സിമ്പിൾസൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല, ഓർമ്മയുള്ള 5-6 മാത്രം എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഇതും ഈ വൈറ്റ് സ്പേസസ് എന്ന കാറ്റഗറിക്കകത്ത് ഇനിയും 5-6 ടൈപ്പ് ഉണ്ട്, ഞാൻ അതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇതിനെല്ലാം എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു സംഭവമാണ്. ഈ എസ്കേപ്പ് സീക്വൻസസ് നമ്മുടെ സിലബസിൽ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറഞ്ഞ് ഈ ടൈപ്പിലുള്ള ക്യാരക്ടേഴ്സ് ഒരു 10-12 എണ്ണമുണ്ട്. അതൊരു 2-3 എണ്ണം മാത്രമേ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതിനുള്ള എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഈ സംഭവങ്ങളെ എസ്കേപ്പ് സീക്വൻസസ് എന്നാണ് പറയുന്നത്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ ന്യൂ ലൈൻ, കഴിഞ്ഞ വീഡിയോയിൽ ന്യൂ ലൈനിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൻ്റെ ഒരു എക്സാമ്പിൾ.
ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നോക്കുക, നമ്മുടെ സാധാരണ ഒരു C++ വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഈ നമ്മുടെ കേരളത്തിലെ 3 സ്ഥലങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റിലാണ് ഞാനിവിടെ ഈ 3 കൊടുത്തിട്ടുള്ളത്. സി ഔട്ട്, എന്നിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് ട്രിവാൻഡ്രം എന്ന് മെൻഷൻ ചെയ്തു, അടുത്ത ലൈനിൽ കോട്ടയം എന്ന് മെൻഷൻ ചെയ്തു, അടുത്ത ലൈനിൽ കൊച്ചി എന്ന് മെൻഷൻ ചെയ്തു. ഇത് ആക്ച്വലി നമ്മൾ 3 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 3 ലൈനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതായത് ഒറ്റ ലൈനിൽ തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് 3 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ 3 ലൈനിലായിട്ട് നമ്മൾ ഈ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞോ, അതിൻ്റെ ഔട്ട്പുട്ട് 3 ലൈനിലായിട്ട് വരത്തില്ല, ഔട്ട്പുട്ട് ഒറ്റ ലൈനിലേ വരത്തുള്ളൂ. ഈ ഒരു ട്രിവാൻഡ്രം എന്ന സംഭവം എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും ഈ കോട്ടയം എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത്, അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും കൊച്ചി എന്ന വേർഡും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം പുതിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ലൈൻ ക്യാരക്ടറും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ന്യൂ ലൈൻ ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്തതാണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ \n എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ കൊച്ചിയും കഴിഞ്ഞിട്ട് പിന്നെ ലൈനിൻ്റെ ആവശ്യമില്ല. ഈ \n, ഈ ഒരു \n നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇവിടെ 2 നമുക്ക് കൊടുക്കണം, ആദ്യത്തെ ലൈനും രണ്ടാമത്തെ ലൈനും, എന്നാലേ ന്യൂ ലൈൻ ക്രിയേറ്റ് ആവുകയുള്ളൂ. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ ഡബിൾ കോഴ്സിൻ്റെ അകത്താണ് ഈ \n എന്നുള്ളത് ഞാൻ കൊടുത്തത്. ട്രിവാൻഡ്രം കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെയാണ് \n കൊടുത്തത്. ഈ \n എന്ന ആ ക്യാരക്ടർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ആയി അടുത്ത കഴ്സർ അടുത്ത ലൈനിൽ വന്ന് നിൽക്കും. അതായത് ട്രിവാൻഡ്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് കഴ്സർ അടുത്ത ലൈനിൽ വന്ന് ബിഗിനിങ്ങിൽ വന്ന് നിൽക്കും. എന്നിട്ടായിരിക്കും ബാക്കി അടുത്ത സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കോട്ടയം എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. ആ കോട്ടയം എന്നുള്ളതും കൂടെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഈ \n അതും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും കഴ്സർ അടുത്ത ലൈനിൻ്റെ ബിഗിനിങ്ങിൽ വന്ന് നിൽക്കും. എന്നിട്ടായിരിക്കും ബാക്കിയുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത്, അടുത്ത സി ഔട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഈ \n കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ വെറുതെ കൊടുത്തു എന്നേ ഉള്ളൂ. ആ \n അത് സിഗ്നിഫിക്കൻസ് ഇല്ല, കാരണം 3ാമത്തെ ലൈനിൽ പിന്നെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് \n, അതായത് ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്യാരക്ടർ. അതിനെ ലൈൻ ഫീഡ് അല്ലെങ്കിൽ ന്യൂ ലൈൻ എന്നാണ് ഈ \n എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ കോഡ്സിൻ്റെ ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് ഈ ന്യൂ ലൈൻ ക്യാരക്ടർ, ഈ \n എന്നുള്ളത് കൊടുക്കേണ്ടത്, പുറത്തല്ല. എൻഡ് ലൈൻ എന്ന് പറയുന്ന ആ സംഭവമാണ് ഈ കോഡ്സിൻ്റെ പുറത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് കണ്ടായിരുന്നു. പക്ഷേ ഈ \n എന്ന് പറയുന്ന മെത്തേഡാണ് സാധാരണ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം ശ്രദ്ധിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈൻസ്, അല്ലെങ്കിൽ പുതിയ ലൈനിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ ഇത് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ, ഔട്ട്പുട്ട് സ്ക്രീനിൽ പുതിയ ലൈനിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ \n എന്നുള്ളത് കൊടുത്തിരിക്കണം. ഇവിടെ ഒന്നുകിൽ ഇവിടെ \n എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അടുത്തതിൻ്റെ ബിഗിനിങ്ങിലോ \n എന്ന് കൊടുക്കാം. എവിടെ വേണോ കൊടുക്കാം. അവിടെ \n എവിടെ വന്ന് എക്സിക്യൂട്ട് ആവുന്നോ അവിടെ വെച്ച് കഴ്സർ നെക്സ്റ്റ് ലൈനിലോട്ട് പോയിക്കോളും. ഇവിടെ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ട് \n കൊടുക്കാതെ വേണമെങ്കിൽ കോട്ടയം എന്ന് തുടങ്ങുന്നതിന് ഫ്രണ്ടിലായിട്ട് \n കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ടായിരിക്കും ന്യൂ ലൈൻ ക്രിയേറ്റ് ആയിട്ട് പിന്നെ അടുത്ത ലൈനിൽ നിന്ന് കോട്ടയം എഴുതുന്നത്, കോട്ടയം ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ അങ്ങനെയും കൊടുക്കാം. ഇതാണ് ന്യൂ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അടുത്തത് ഹൊറിസോണ്ടൽ ടാബ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ ഞാൻ ട്രിവാൻഡ്രം എന്ന് കഴിഞ്ഞിട്ട് \t എന്ന ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഇതിൽ കോട്ടയം എന്ന് കഴിഞ്ഞിട്ട് \t എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കൊടുത്തില്ല, എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുത്തില്ല. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതായത് ട്രിവാൻഡ്രം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് അത് ക്രിയേറ്റ് ചെയ്തു, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 8 സ്പേസിൻ്റെ വിഡ്ത്താണ് ഈ കൊടുത്തിരിക്കുന്നത്, 8 സ്പേസിൻ്റെ വിഡ്ത്ത്. അപ്പോൾ അങ്ങനെ 8 സ്പേസിൻ്റെ ഒരു വിഡ്ത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ \t, അതായത് ഹൊറിസോണ്ടൽ ടാബ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഈ \t കൊടുത്താൽ അവിടെ വെച്ച് ഒരു 8 സ്പേസിൻ്റെ വിഡ്ത്ത് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ബാക്കി അടുത്തത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് കോട്ടയം കഴിഞ്ഞ് വീണ്ടും \t കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത്രയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടായിരിക്കും ബാക്കിയുള്ളവർ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹൊറിസോണ്ടലി കുറച്ച് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, കുറച്ച് വിഡ്ത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് \t എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, ഇതിനെ ഹൊറിസോണ്ടൽ ടാബ് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് \t. അതുപോലെ തന്നെ \r ക്യാരേജ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഇത് സാധാരണ നമ്മൾ പ്രോഗ്രാമിലൊന്നും യൂസ് ചെയ്യാറില്ല, വളരെ റെയർ കേസിൽ, റെയർ സിറ്റുവേഷനിൽ മാത്രമേ ഇത് യൂസ് വരുന്നുള്ളൂ. എൻ്റെ അറിവിൽ ഞാൻ ഇത് വെച്ചിട്ടുള്ള പ്രോഗ്രാം ഒന്നും സത്യം പറഞ്ഞാൽ പഠിപ്പിച്ചിട്ടില്ല. ഇതൊരു സാമ്പിളായിട്ടുള്ള പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നേ ഉള്ളൂ. നമുക്കിത് വെച്ച് ആപ്ലിക്കേഷനൊന്നുമില്ല. എന്താണ് ക്യാരേജ് റിട്ടേൺ എന്ന സംഭവം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ ഇപ്പോൾ അതേ പ്രോഗ്രാം തന്നെ ഞാൻ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ട് \n കൊടുത്തിട്ടുണ്ട്. അതായത് ട്രിവാൻഡ്രം കഴിഞ്ഞിട്ട് ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യും. ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ കോട്ടയം എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ കോട്ടയം എന്ന വേർഡ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ \r എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ \r എന്ന സംഭവം ആ ക്യാരക്ടർ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യത്തില്ല, പകരം ആ ലൈനിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകും.
അതാണ് സംഭവിക്കുന്നത്. ഈ \r എക്സിക്യൂട്ട് ചെയ്താൽ ആ പർട്ടിക്കുലർ ലൈനിൻ്റെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ ലൈനിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകും. എന്നിട്ടായിരിക്കും അടുത്ത ഡിസ്പ്ലേ ചെയ്യാനുള്ള എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇങ്ങനെ. ആദ്യം ട്രിവാൻഡ്രം എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ഈ ന്യൂ ലൈൻ ക്യാരക്ടർ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും കഴ്സർ താഴെ എത്തും, എന്നിട്ട് കോട്ടയം എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം കോട്ടയം എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. അത് നമുക്ക് കാണാനൊക്കത്തില്ല. അത് ഡിസ്പ്ലേ ചെയ്തിട്ട് \r എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ കോട്ടയം എന്ന് ഡിസ്പ്ലേ ചെയ്തതിൻ്റെ അതിൻ്റെ ബിഗിനിങ്ങിലോട്ട്, അടുത്ത ലൈനല്ല, ആ സെയിം ലൈനിൻ്റെ ബിഗിനിങ്ങിലോട്ട് കഴ്സർ പോകും. എന്നിട്ട് അടുത്തത് ഈ ഔട്ട് കൊച്ചി എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും, ആ കഴ്സർ അവിടെ നിന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചി എന്നുള്ളത് ഈ കോട്ടയം എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ 5 ലെറ്റേഴ്സ് കൊച്ചി അവിടെ വന്നത്. എന്നിട്ട് ബാക്കി YAM എന്നുള്ളത് കോട്ടയത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഈ ആദ്യത്തെ 5 ക്യാരക്ടേഴ്സിന് കൊച്ചി കൊണ്ടങ്ങ് റീപ്ലേസ് ആവും. അതായത് സംഭവം കാരേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ സെയിം ലൈനിൻ്റെ ബിഗിനിങ്ങിലോട്ട് കഴ്സർ പോകും. എന്നിട്ടായിരിക്കും അടുത്ത ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ആക്ച്വലി ഇവിടെ കോട്ടയം എന്നത് ഡിസ്പ്ലേ ചെയ്താൽ നമുക്ക് കാണാനുള്ള ആ ഒരു സമയം പോലും കിട്ടത്തില്ല. കോട്ടയം എന്നത് ഡിസ്പ്ലേ ചെയ്തിട്ട് കഴ്സർ അതിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകും. ആ ലൈനിൻ്റെ തന്നെ ബിഗിനിങ്ങിലോട്ട് പോയി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കൂടി അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും, കൊച്ചി എന്നത് കൂടെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ കാണുമ്പോഴാണ് ഈ കൊച്ചിയം എന്നുള്ള രീതിയിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതായത് \r എന്ന് പറഞ്ഞാൽ കഴ്സർ നിൽക്കുന്ന ലൈന്, ആ ലൈനിൻ്റെ ഇനിഷ്യൽ, അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് പോകും. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലോട്ട് പോകും. അതായത് നെക്സ്റ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്തതിന് പകരം ആ സെയിം ലൈനിൻ്റെ തന്നെ ബിഗിനിങ്ങിലോട്ട് കഴ്സർ മൂവ് ചെയ്യും. അപ്പം അതിനാണ് കാരേജ് റിട്ടേൺ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഉപയോഗിക്കുന്നത്. അത് \r. ഇത് വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കി വച്ചേക്കുക \r എന്തിനാണെന്ന്. അപ്പോൾ ഇതാണ് കാരേജ് റിട്ടേൺ. അടുത്തത് ഈ ഡബിൾ കോട്ട്. അതായത് ഇപ്പം നമുക്ക് ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് എനിക്ക് വേണ്ടത്. ഹീ സെഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഡബിൾ കോട്സിൻ്റെ അകത്ത്, 2 ഡബിൾ കോട്സിൻ്റെ അകത്ത് ഹൈ എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ഞാനിവിടെ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ നോർമലായിട്ട് എഴുതും പോലെ എഴുതിയിട്ടുണ്ട്. ഹീ സെഡ് എന്ന് എഴുതി, ഔട്ട് എന്ന് എഴുതി, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഡബിൾ കോട്സിൻ്റെ അകത്ത് ഇത് ഒരു ഡബിൾ കോട്സ് സ്റ്റാർട്ടിങ്, ഇത് എൻഡ് ചെയ്യുന്ന ഡബിൾ കോട്സ്. ആ ഡബിൾ കോട്സിൻ്റെ അകത്ത് ഞാൻ നോർമലി എഴുതി ഹീ സെഡ് കോളനിട്ട് ഡബിൾ കോട്സിൻ്റെ അകത്ത് ഹൈ എന്നുള്ള സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് എക്സിക്യൂട്ട് ചെയ്താൽ ആക്ച്വലി സംഭവിക്കണമെന്ന് വെച്ചാൽ എറർ കാണിക്കും. കാരണം കമ്പൈലർ ഈ ഇട്ടിരിക്കുന്ന ഡബിൾ കോട്സ് ഓപ്പൺ ചെയ്തിട്ട് അത് എൻഡ് ആവുന്നത് ഈ ഡബിൾ കോട്സ് ഐറ്റം എടുക്കും. അതായത് ഇത്രയും പോർഷനാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് കരുതി പോകും. ഹീ സെഡ് എന്ന് വരെയുള്ള, കാരണം ഇവിടെ ഡബിൾ കോട്സ് ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം ഇത് സ്റ്റാർട്ട് ചെയ്തേണ്ടത് ഇവിടെ തന്നെ ഇവിടെ വെച്ച് എൻഡ് ചെയ്തു എന്ന് കമ്പൈലർ എടുക്കും. അത് കഴിഞ്ഞ് ബാക്കി ഈ പോർഷൻ ഇത് റെക്കഗ്നൈസ് ചെയ്യത്തില്ല, കാരണം എററായിട്ട് കാണിക്കും. ഇതൊരു സിൻറ്റാക്സ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതുകൊണ്ട് ഈ പോർഷനിൽ എറർ കാണിക്കും. അതായത് ഇവിടെ ഈ ഡബിൾ കോഡ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്തു എന്ന രീതിയിലായിരിക്കും ഈ നമ്മുടെ കമ്പൈലർ എടുക്കുന്നത്. അങ്ങനെ എറർ കാണിക്കും. ബാക്കിയുള്ള പോർഷൻ മനസ്സിലാവാത്തതുകൊണ്ട് എറർ കാണിക്കും. അപ്പം അതിനെ ഓവർകം ചെയ്യാനായിട്ട്, അതായത് ഈ ഡബിൾ കോട്സ് തന്നെ നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു \/ എന്ന സംഭവം. ഈ ഡബിൾ കോട്സിൻ്റെ ഫ്രണ്ടിലായിട്ട് \/ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഡബിൾ കോട്സ് കൂടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ ഹായ് എന്നുള്ളതിൻ്റെ ആ ഡബിൾ കോട്സിൻ്റെ ഫ്രണ്ടിൽ ഞാനിവിടെ ഒരു \/ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹായ് എന്ന് പറയുന്ന ഇവിടുത്തെ അതിൻ്റെ എൻഡ് ചെയ്യുന്ന ആ ഡബിൾ കോട്സ്, അതായത് ഈ ഡബിൾ കോട്സ്, ഈ ഡബിൾ കോട്സിൻ്റെ ഫ്രണ്ടിലും ഒരു \/ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് അത് ക്ലോസ് ചെയ്യുന്ന ആ ഡബിൾ കോട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മെസ്സേജ് ടെക്സ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എൻഡ് ചെയ്യുന്നു എന്നേ കമ്പൈലർ എടുക്കത്തുള്ളൂ. ബാക്കി വരുന്ന ഈ 2 ഡബിൾ കോട്സും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഡബിൾ കോട്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ \/ എന്നുള്ളത്. അപ്പോൾ ഇതും എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കുറച്ച് കമാൻഡ്സ് ആണ്. നമുക്ക് ഡബിൾ കോട്സ് എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു \/ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്തില്ല എങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഔട്ട് എന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഡബിൾ കോട്സ് ഇവിടെ എൻഡ് ചെയ്തു, അതായത് ഇവിടെ എൻഡ് ചെയ്തു എന്നും പറഞ്ഞ് കമ്പൈലർ എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് \/ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ഡബിൾ കോട്സും കൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഡബിൾ കോട്ട് എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്തതാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. നമ്മൾ നേരത്തെ കണ്ടു, ആദ്യത്തെ സ്ലൈഡിൽ കണ്ട സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഓരോ ക്യാരക്ടർ, അതായത് ഓരോ സ്പെഷ്യൽ സിമ്പലും അതിൻ്റെ കറക്റ്റ് പേരുമാണ്, നെയിമുമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രകാരമുള്ള നെയിമുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് 1-2 നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കും, അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പൽ, അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ ആസ്റ്ററിസ്ക് എന്നാണ് അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പേര്. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറില്ല സാധാരണ, മിക്കവാറും എപ്പോഴും സ്റ്റാർ എന്നേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ.
നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. എന്നാലും അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ ആസ്റ്ററിസ്ക് എന്നാണ്. പിന്നെ ഇത് സ്ലാഷ്, ഇത് ബാക്ക് സ്ലാഷ് അറിയാലോ. പിന്നെ പെർസെൻറ്റേജ്, ഇത് വെർട്ടിക്കൽ ബാർ എന്ന് പറയും. ഇങ്ങനെ ഒരു സിമ്പിൾ നമ്മുടെ കീബോർഡിലുണ്ട്. കീയിൽ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ബാർ എന്ന് പറയുന്ന ഒരു സിമ്പിളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാക്കും കീബോർഡുണ്ട്. അപ്പോൾ അതിനെ വെർട്ടിക്കൽ ബാർ എന്ന് പറയും. ഈ സിമ്പിളിനെ ടിൽഡ് എന്ന് വേണം, നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യാം. ടിൽഡ് എന്നാണ് ഈ ഒരു സിമ്പിളിൻ്റെ പേര്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്, കോമ, ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ പീരീഡ്, പിന്നെ സെമി കോളൻ. ഇത് സെമി കോളനാണ്. ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. ഇതിനെ കോളൻ എന്ന് പറയും. പിന്നെ ഇത് അപ്പോസ്ട്രഫി, ഇത് കൊട്ടേഷൻ മാർക്ക് അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സിംഗിൾ കോട്ട്സ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ കോട്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കൊട്ടേഷൻ മാർക്ക് എന്ന് പറയാം. ഇത് ആൻഡിൻ്റെ സിമ്പിളാണ്. അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പേര് ആംബർസെൻഡ് എന്നാണ്. ഇതാണ് ആൻഡിൻ്റെ സിമ്പിൾ. ഇത് ഹാഷ്, ഇത് ഡോളർ സൈൻ, ഇത് കരറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സിമ്പിൾ. പിന്നെ ഇത് ലെസ് ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ, ഇത് ഈക്വൽ ടു. പിന്നെയാണ് നമ്മളെ ബ്രാക്കറ്റ്സ് വരുന്നത്. ഈ ബ്രാക്കറ്റ് നമ്മൾ സിമ്പിൾ ബ്രാക്കറ്റ്സ് എന്നാണ് സാധാരണ പറയുന്നത്. അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പേര് പരന്തസിസ് എന്നാണ്. ഇത് ഓപ്പൺ പരന്തസിസ്, ഇത് ക്ലോസ് പരന്തസിസ്. അപ്പോൾ പരന്തസിസ് എന്നാണ് ആ ബ്രാക്കറ്റിൻ്റെ സിമ്പിൾ ബ്രാക്കറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രാക്കറ്റ്സിൻ്റെ ആക്ച്വലായിട്ടുള്ള പേര് പരന്തസിസ് എന്നാണ്. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ബ്രാക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്നാണ് സാധാരണ പറയുന്നത്. ഇതാണ് ആക്ച്വലി ബ്രാക്കറ്റ് എന്ന സംഭവം. ഇതിനെ നമ്മൾ കേർലി ബ്രാക്കറ്റ് എന്ന് പറയും. ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പേര് ബ്രേസസ് എന്നാണ്, അല്ലെങ്കിൽ ബ്രേസ്, ഓപ്പൺ ബ്രേസ്, ക്ലോസ് ബ്രേസ്. അപ്പോൾ ബ്രേസ് എന്നാണ് ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പേര്. നമ്മൾ അതിനെ കേർലി ബ്രാക്കറ്റ് എന്ന് പറയും. പിന്നെ ഇത് അണ്ടർസ്കോർ. അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഈ എല്ലാ ക്യാരക്ടേഴ്സും കീബോർഡിലുണ്ട്. കീബോർഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് ഇതെല്ലാം. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ നമ്മുടെ തിയറിയുടെ ബിഗിനിങ് ആയിട്ട്. ബാക്കി തിയറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.